മലം മൂത്രമൊക്കെ അവിടെ തന്നെ എടുക്കണം. പക്ഷേ ആൾ ചെയ്യാൻ പോകത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ട്. അതൊന്നും വേണ്ട, അങ്ങനത്തെ ജീവിതം, അങ്ങനത്തെ ആവശ്യം നമുക്ക് വേണ്ട. സ്വന്തമായിട്ട് മലമൂത്ര വിസർജനം കൈകാര്യം ചെയ്യാൻ കഴിയണില്ലേ, ഉടൻ എയർപോർട്ട് വിളിച്ചോളണം. അതാണ് പറയേണ്ടത്. എന്തിനാണ് ആയുസ് ഇങ്ങനെ? എന്ത് ജീവിതം? ഏതായാലും മരിക്കും. മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് അവർക്ക് ഇപ്പം ഇതിനടക്കിടില്ല. ഞങ്ങൾ ഒരാൾ അപ്പോൾ 2 കൊല്ലം ഓർമ്മല്ലേ, 2 കൊല്ലമായില്ലേ, ദയാവധം ആവശ്യപ്പെട്ടില്ലേ? അയാളൊരു മാസ്റ്ററാണ്, പറയുമ്പോൾ ഒരു മാസ്റ്ററാണ്. മക്കളെ പഠിപ്പിച്ചു, അമേരിക്കയിലാണ്, ഇവിടെയൊക്കെയാണ്, എല്ലാവരും പഠിപ്പിച്ചു, എല്ലാവരും കെട്ടിച്ചയച്ചു, എല്ലാ ബാധ്യതയും കഴിഞ്ഞു. ഇനി എനിക്ക് മരിക്കണം, കോടതിനോട് ദയാവധം നടത്താൻ ആവശ്യപ്പെട്ടില്ലേ? കോടതി തള്ളി. പക്ഷെ കോടതി ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇയാൾ ചെയ്യാനുള്ള കാരണം എന്താ? സ്വന്തം കോടതി പോയതാ, സുപ്രീം കോടതി പോയി ആൾ നേരിട്ടാണ്. എൻ്റെ എല്ലാ ബാധ്യതയും കഴിഞ്ഞു, എനിക്കിത്ര വയസ്സായി, മക്കളൊക്കെ ഞാൻ പഠിപ്പിച്ച് ഉഷാറാക്കി, അവരെ കൊണ്ടിട്ട് അമേരിക്ക എവിടെയൊക്കെയാണ്, എല്ലാവരും കെട്ടിച്ചൊക്കെ അയച്ചു, എല്ലാ ബാധ്യതയും കഴിഞ്ഞു. ഇനി എനിക്ക് ദയാവധം വേണം, നടത്തരുന്നതാണ്, എന്നെ കൊന്നിരണം, ദയാവധം. എന്തായി? കോടതി തള്ളി. ശരിക്കും കോടതി ചെയ്യാൻ പാടില്ല, കോടതി അംഗീകരിക്കണം. അതുപോലുള്ള ഒരുപാട് ജീവനുകളുടെ കട്ടുമ്മ കിടക്കുന്നുണ്ട്. ഒന്നിനും കഴിയാതെ ഫാമിലി ആവശ്യപ്പെടുകയാണെങ്കിൽ ഇയാളിനി രക്ഷപ്പെടില്ല എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ദയാവധം നടപ്പിലാക്കിക്കൂടാ? ദയാവധം നടപ്പിലാക്കാൻ സമ്മതിക്കുലമാണെങ്കിൽ, കാരണം ഹോസ്പിറ്റലിലെ വരുമാനം കുറയും.